ബിഗ് ബോസ് മലയാളം സീസൺ 6 ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ സിബിന് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ വന്നിട്ട് ഹൗസിലെ എല്ലാ മത്സരാർത്ഥികളോടും ചോദിക്കുന്നുണ്ട്. അവിടെ കുറച്ച് ക്വാളിറ്റി ഇല്ലാത്ത മത്സരാർത്ഥികളുണ്ട്, അവർ പോയി കഴിഞ്ഞാൽ നന്നാകും, ഈ ഒരു ഷോ നന്നാകും എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ലാലേട്ടൻ മത്സരാർത്ഥികളോട് ചോദിക്കുന്നുണ്ട്. അവരൊക്കെ പോകണം, അവരിൽ ചിലരൊക്കെ പോകണം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ എന്നോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്സരയോട് ചോദിക്കുമ്പോൾ അപ്സര അങ്ങനെയൊന്നും തോന്നിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, സിബിൻ എന്താണ് സിബിൻ നിന്റെ അഭിപ്രായം എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, ലാലേട്ട അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ലാലേട്ട സിബിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഏതിലുള്ള ആളാണ്, ക്വാളിറ്റി ഉള്ള ആളാണോ അതോ ഇല്ലാത്ത ആളാണോ എന്ന്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, എൻ്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്ന ആളും ഞാനല്ല ലാലേട്ട എന്ന്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ജഡ്ജ് ചെയ്യട്ടെ, നിങ്ങൾ അവിടെ കിടന്ന് ചില മോശമായ ആംഗ്യങ്ങൾ കാണിച്ചല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാകുന്നുണ്ടോ എന്ന് ലാലേട്ടൻ സിബിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട് അല്ല. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവസര മത്സരാർത്ഥികളോടൊക്കെ, ഇയാൾ എന്താ ക്വാളിറ്റി ഉള്ള ആളാണോ എന്നൊക്കെ. എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെയല്ലല്ലോ. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് സഹിക്കാൻ പറ്റിയ ദേഷ്യം വന്നിട്ട് ഞാൻ ഇടിച്ചു എന്നൊക്കെ, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇതുപോലെ കാണിക്കുമോ എന്നൊക്കെ സിബിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ക്വാളിറ്റി ഉള്ള ആളാണോ, പിന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ പറഞ്ഞു വിടുന്നതിനെ പറ്റി എന്ത് കാര്യം സംസാരിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ ആദ്യം നന്നാക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ പറയാൻ. നിങ്ങളോട് ആരോടും എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷെ അവിടെ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണമെന്ന് സിബിനോടും അതുപോലെ തന്നെ ഹൗസിലെ മത്സരാർത്ഥികളോടും ലാലേട്ടൻ പറയുന്നുണ്ട്. ജാസ്മിനെതിരെ സിബിന ഒരു ആംഗ്യഭാഷ കാണിച്ചതിനെതിരെ ലാലേട്ടൻ നല്ല തക്കതായ മറുപടിയും അതേപോലെ തന്നെ സിബിന് ഒരു താക്കീതുമെല്ലാമാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ ജാസ്മിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയും തോന്നി.